ഇവിടെ ഏതെങ്കിലും ഒരു സമുദായ നേതാവിനോട് പോയി പിന്നെ വിരക്തി പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ അനുകൂലമായി പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല. ആഗോള അയ്യപ്പ സംഗമത്തിൽ അവരെല്ലാം സ്വയം 27ഓളം സമുദായ സംഘടനകൾ, ചെറുതും വലുതുമായ സമുദായ സംഘടനകൾ അവിടെ എത്തുകയും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതൊരു വലിയ വിജയമായി മാറി. അതെന്തിനാ? കേരളത്തിൻ്റെ മതേതര ഭാവം ലോകത്തോടൊപ്പം പിന്നെ ലോകത്തിനോട് വിളിച്ചു പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നമായിരുന്നു. അത് വൻ രീതിയിൽ വിജയിച്ചു. അതിനുശേഷം ഇവരെ ഇളക്കി മറിച്ചിരിക്കുന്ന, ഇവരെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തിയിരിക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് അങ്ങ് ബന്ധത്ത് പെരുമാറുന്ന കാലം മുതലുള്ള ഒരു നയമുണ്ട്. അത് ഇന്ന് ബഹുമാനപ്പെട്ട സുകുമാരൻ പറഞ്ഞു. ഞങ്ങൾ എക്കാലത്ത് ഒരു നയമേ എടുത്തിട്ടുള്ളൂ. ഞങ്ങൾ ശരിയുടെ ദൂരത്തിലേക്ക് ഞങ്ങൾ വന്നു, ശരിയുടെ ദശയിലേക്ക് ഞങ്ങൾ വന്നു. കാരണം എന്തുകൊണ്ടാണ്? കോൺഗ്രസിനെയും BJPയെയും അഴിപ്പിക്കാൻ കൊള്ളത്തില്ല. ഈ രണ്ട് പാർട്ടികളും ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഈ പടി കയറണ്ടെന്ന് ഇന്നതേ അസന്നിധായിട്ട് പറഞ്ഞു. NSSന്റെ സമുദായത്തിൽപ്പെട്ട ജനങ്ങളും ഈ നാട്ടിലെ ജനാധിപത്യ പ്രക്രിയയിൽ ഉൾപ്പെട്ടവരല്ലേ. അവർക്ക് ഈ ഗവൺമെൻറ്റിനോട് താല്പര്യം വന്നു. ഒരു ഗവൺമെൻറ് ജനാധിപത്യം നിലകൊള്ളുന്നത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമം നോക്കിക്കൊണ്ടല്ലേ. അതിന് നിങ്ങളെന്തിനാണ് ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞ് നിർവചനങ്ങൾ കൊടുക്കുന്നത്? അതിൻ്റെ അർത്ഥം എന്താണ്? കേരളത്തിലെ ഒരു വിഭാഗത്തിന് അകറ്റി നിർത്തണം, മറ്റൊരു വിഭാഗത്തിന് അടുപ്പിച്ച് നിർത്തുന്നതാണോ? അതെന്തായാലും LDFന്റെ ഭാഗത്ത് നടക്കത്തില്ല, CPMന്റെ ഭാഗത്ത് നടക്കത്തില്ല, ഈ ഗവൺമെൻറ് ഭാഗത്ത് നടക്കത്തില്ല. ഈ ഗവൺമെൻറ് എല്ലാവരും ഉൾക്കൊള്ളുന്ന ഗവൺമെൻറ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ കുറേ മാധ്യമങ്ങൾ, കുറേ മറ്റുള്ള ചില പ്രതിപക്ഷ കക്ഷികളും കിണഞ്ഞ് ശ്രമിച്ചിട്ടും ഇവരെയൊക്കെ ഒരു കുടക്കീഴി കൊണ്ടുവരാനായിട്ട് ഈ സർക്കാരിന് സാധിച്ചത്. അതിനൊരു വലിയൊരു ഇൻഡിക്കേഷൻ അല്ലേ? സുകുമാരൻ നായർ എന്ന് പറഞ്ഞ വ്യക്തി, ബഹുമാനപ്പെട്ട സുകുമാരൻ നായർ ഉറച്ച ശബ്ദത്തിൻ്റെ ഉടമയാണ് കേരളത്തിലെ സമുദായ നേതൃത്വങ്ങളിൽ. അദ്ദേഹം പല അഭിപ്രായങ്ങളും പല കാര്യത്തും പറഞ്ഞിട്ടുണ്ട്. കാര്യമായിട്ടുള്ള ചാഞ്ചാട്ടൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. ഞാനതിനെ അഭിമുഖം നടത്തിയിട്ടുള്ള അമേരിക്കൻ മലയാള മാധ്യമത്തിന് വേണ്ടിയിട്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടി മുഴുവൻ താലൂക്കിലെയും അവരുടെ അംഗങ്ങളെ വിളിച്ചു ചേർത്ത് അവർ ഒറ്റക്കെട്ടായിട്ടെടുത്തൊരു തീരുമാനമാണ് ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുക, ശരി ദൂരം മാറ്റി ശരി ദൂരത്തോടൊപ്പം നിൽക്കുക. സമദൂരം എന്ന് പറയുന്നത് അതിന് അവർ മാറി. കാരണം ആ ശരിയുടെ പക്ഷം ഇടതുപക്ഷം അത് അവർക്ക് ബോധ്യമായി. അദ്ദേഹത്തിനോടൊന്ന് നിങ്ങളുടെ മാധ്യമ പ്രവർത്തനമാണെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിനോടൊരു കാര്യം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞതെന്താ അറിയോ? പ്രതിഷേധിക്കുന്നവർ ഞങ്ങളുടെ കാര്യത്തൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞു. ഏതെങ്കിലും കൂലിക്കാരെ കൊണ്ട് എവിടെയെങ്കിലും 3-4 ബാനർ കെട്ടി NSSന്റെ തീരുമാനത്തെ അട്ടിമറിക്കാന്നൊക്കെ പറഞ്ഞത് കേരളത്തിൽ നടക്കത്തില്ല. അവർ സ്വയം തീരുമാനിച്ചതാ. എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നൽകിയതായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും? നിങ്ങളൊക്കെ പല കഥകളും രചിക്കുന്നുണ്ട്. ഒരു വാഗ്ദാനവും ഇല്ല. അവർ ശരിയുടെ പക്ഷത്ത് വന്നു. ആ സമുദായത്തിന് അങ്ങനെ ഒരു ചിന്ത ഉടലെടുത്തു. അതെന്തുകൊണ്ടാണ്? 9.5 വർഷം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സർക്കാർ ഈ കേരളത്തിലെ ജനങ്ങളെ കൈകോർത്ത് നെഞ്ചോട് ചേർത്ത് പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നേടിയെടുക്കുകയും ചെയ്ത ഒരു ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള സാമാന്യ ബുദ്ധിയാണ് അവർ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ അമൃതാനന്ദമയെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു. അമൃതാനന്ദമയുടെ അടുത്ത് പോയിട്ട് അമൃതാനന്ദമയെ ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചോദിക്കുന്നത്, താങ്കൾ സുകുമാരൻ നായരുടെ കാര്യം പറഞ്ഞു, വെള്ളാപ്പള്ളിയുടെ കാര്യത്തിലും അത് തന്നെയാണോ? ഉറച്ച ശബ്ദമാണോ കേരളത്തിന്റെ സർക്കാരിന്റെ മതനിരപേക്ഷ പുരോഗമന വികസന നിലപാട് കണ്ടു വന്നതാണോ അദ്ദേഹവും? അല്ല, അതിനെനിക്ക് വ്യക്തമായ നിരീക്ഷണമുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റി വേദി വരെയുള്ള ഏതാണ്ട് 100 മീറ്റർ അദ്ദേഹം കയറ്റുന്നുള്ള അദ്ദേഹത്തിന് ശാരീരികമായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പോരുന്നോന്ന് ചോദിച്ചു. കേരളത്തിൻ്റെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു സർക്കാരിൻ്റെ മുഖ്യമന്ത്രിക്ക് ഇന്ന ആളുകളെ ഈ വണ്ടിയെ കയറാൻ പറ്റുമെന്ന് പറയാൻ പറ്റും? ഉമ്മൻചാണ്ടിയുടെ കാര്യത്ത് വണ്ടി തിങ്ങിയ ആളായിരുന്നു, അത് നിങ്ങൾക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പക്ഷം ശരിയോ തെറ്റോ എന്നൊന്നും എന്നോട് ചോദിക്കണ്ട. അദ്ദേഹത്തെ കാറിൽ കയറ്റിയതിനെ കുറിച്ചൊന്നും അല്ല ഞാൻ ചോദിച്ചത്. നിങ്ങൾ അദ്ദേഹത്തെ ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരുടെ പട്ടികയിൽ പെടുത്തി കണ്ടു. അപ്പൊ ഈ സർക്കാരിനെയും സർക്കാർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ആശയത്തെയും പിന്തുണയ്ക്കാൻ വന്നിരിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ എന്ന് കാണുന്നുണ്ടോ? അല്ല, അതിലെന്താ സംശയം? വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തിയല്ലല്ലോ. അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന SNDP എന്ന് പറയുന്ന മഹാപ്രസ്ഥാനമാണ്. SNDP എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിന്റെ ശ്രീനാരായണ ഗുരു ദർശനങ്ങളുടെ ആശയത്തെയാണോ അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്നത്? SNDP എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിന്റെ ചരിത്രത്തെ, ശ്രീനാരായണ ഗുരുവിന്റെ വലിയ ആശയങ്ങളെയാണോ അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്നത്? അല്ല, അതിൽ അദ്ദേഹത്തിന്റെ പല നിലപാടുകളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാനത് മീഡിയ വൺ ചാനലിൽ തുറന്നു പറഞ്ഞിട്ടുള്ള ആളാണ്. നിലപാട് മാറ്റുന്നതിൽ അർത്ഥമൊന്നുമില്ല. പക്ഷേ പല നിലപാടുകൾ എന്ന് വെച്ചാൽ അദ്ദേഹം വർത്തമാനം പറയുമ്പോൾ അദ്ദേഹം വർത്തമാനം പറയുമ്പോൾ നാക്ക് തെറ്റിപ്പോകുന്ന കഥയല്ലോ നമ്മൾ പറയുന്നത്. അദ്ദേഹം SNDP യോഗം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ തലപ്പത്തിരുന്നുകൊണ്ട് ഈഴവ സമുദായ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു അവകാശപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കുന്നു. ഭാരതീയ ധർമ്മ ജനസേന എന്ന ആ പാർട്ടിയുടെ പേര് പ്രഖ്യാപിക്കുന്ന അദ്ദേഹമാണ്. അതിൻ്റെ കൊടിയെടുത്ത് കൊടുക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹം എന്നിട്ട് ആ പാർട്ടിയെ BJPക്ക് കൊടുത്തു. അപ്പോൾ അദ്ദേഹം LDFന്റെ കൂടെ നിൽക്കുകയാണ് ഇപ്പോൾ എന്ന് നിങ്ങൾ വിചാരിക്കുന്നതൊന്ന് വിശദീകരിക്കാമോ? അല്ല, അതിനകത്ത് പ്രത്യേക വിശദീകരണത്തിന് ആവശ്യമില്ല. വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് നിഷാദിനും എനിക്ക് ഈ പാനലുള്ളവർക്ക് എല്ലാവരും അവബോധമുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പ്രതിനിധീകരിക്കുന്നത് SNDP യോഗം. SNDP യോഗത്തിന്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യോഗം വെള്ളാപ്പള്ളി നടേശൻ ഇതിനകത്ത് പങ്കെടുത്തതിനെ കുറിച്ച് നിഷേധപരമായിട്ടുള്ള സമീപനം എടുത്തിട്ടുണ്ടോ?